നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്ന ബോണ്ടയുടെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ജയൻ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ചായക്കടയിലൊക്കെ കിട്ടുന്ന പോലത്തെ തന്നെ ബോണ്ട വീട്ടിലെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കണമെന്ന് നോക്കിയിട്ട് വരാം. ശർക്കര ഉരുക്കാൻ ആദ്യമായിട്ട് വെക്കുക. ഞാനൊരു റോബസ്റ്റയുടെ വലിപ്പമുള്ള പഴം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ശർക്കര പാനിയിലാണ് അടിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ റോബസ്റ്റ വലിപ്പമുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണം ചേർത്തിട്ടുള്ളൂ. ചെറുപഴമാണെങ്കിൽ 3-4 ചേർക്കാം കേട്ടോ. അപ്പോൾ അത് ശർക്കര ഉരുകി കഴിയുമ്പോൾ പകുതി ശർക്കര പാനി ഒഴിച്ച് ഇതിന് അടിച്ചെടുക്കണം. ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം, 1 കപ്പ് റവയുടെ പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ സോഡ ബൈകാർബ് ചേർക്കാം, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രമെല്ലാം കൂടെ കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ബൈകാർബണേറ്റ് സോഡ ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം, അല്ലെങ്കിൽ സെൽഫ് റൈസിങ് ഫ്ലോർ ചേർത്ത് ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പകുതി ശർക്കര പാനി കൊണ്ട് നമ്മുടെ പഴം അടിച്ചെടുത്തിട്ടുണ്ട്. പാനി കുറച്ചെടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് വേണമെങ്കിൽ ഇത് ഡൈല്യൂട്ട് ചെയ്ത് മാറ്റാം, ഇത് മിക്സ് ചെയ്തെടുക്കാം. പക്ഷെ ഞാൻ 1 കപ്പ് വെള്ളത്തിൽ ഒരുപാട് ശർക്കര പാനി ടൈറ്റായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് റവയൊക്കെ ചേർക്കണോണ്ട് തന്നെ ഇച്ചിരി ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ ആദ്യം കുഴിച്ചെടുക്കണം, എങ്കിലത് കൃത്യം കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പകുതി ശർക്കര പാനിയിൽ ഞാൻ പഴം അടിച്ച് വെച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിനകത്തേക്ക് ചേർത്തിരിക്കുന്ന 2 കപ്പ് ഗോതമ്പ് പൊടി, 1 കപ്പ് റവ, 1 ടീസ്പൂൺ ബൈകാർബണേറ്റ് സോഡ, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ജീരകപ്പൊടി ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ. എനിക്ക് ജീരകപ്പൊടി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. 1/4 ടീസ്പൂൺ ഉപ്പ്, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പഴം അടിച്ചെടുത്ത മിക്സിങ് കൊണ്ട് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു പകുതി ഭാഗം മിക്സായി വന്നിട്ടുള്ളൂ. ഞാൻ പകുതി ശർക്കരപ്പാനി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കൂടി ഇതൊന്ന് മിക്സിങ് കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. ഇതിനകത്ത് ഒരു സ്റ്റിക്കി ഡോ പോലെ ചപ്പാത്തിക്ക് കുഴക്കിനേക്കാളും അല്പോടെ ഒരു ലൂസായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നുള്ളിയിടണ ഒരു പരുവം അതാണ് വേണ്ടത്. കയ്യിലൊട്ടിപ്പിടിക്കും, പക്ഷെ നമ്മൾ കൈ വെള്ളത്തിൽ നനച്ചിട്ട് ബോളുകളായിട്ട് ഉരുട്ടുമ്പോൾ കയ്യിലൊട്ടിപ്പിടിക്കില്ല കേട്ടോ. ഒട്ടിപ്പിടിക്കാൻ തോന്നുവാണെങ്കിൽ കൈ ഒന്ന് നനച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ അടിയിൽ പൊടികളുണ്ട്. അപ്പോൾ ബാക്കിയത്തെ ശർക്കര പാനിയും കൂടെ കൂട്ടി ഞാനിതൊന്ന് കുഴച്ച് മാറ്റട്ടെ കേട്ടോ. ആദ്യം കുഴച്ച് മാറ്റി കഴിഞ്ഞിട്ട് അല്പം നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പോൾ വൈകുന്നേരമൊക്കെ ടൈമിന് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ രാവിലെ തന്നെ കുഴച്ച് വെക്കുവാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് സോഫ്റ്റ് ഡോ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതെല്ലാം കുഴച്ചെടുത്തു. നോക്കൂ, ഇങ്ങനെ നുള്ളി ഇടുമ്പം ഇതിങ്ങനെ ചാടാൻ പാത്തിന് കയ്യിൽ ഒട്ടിപ്പിടിക്കണമുണ്ട്. അതാണ് പരുവം കേട്ടോ. അപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം നമുക്ക്. ഇനി വേറെ ഒന്നുമില്ല, എണ്ണ ചൂടാക്കി അതിൻ്റെ ചൂടൊന്ന് സ്റ്റെബിലൈസ് ചെയ്ത് ഒരു മീഡിയം ഹീറ്റിൽ വെച്ച് ബോണ്ട ചുട്ടെടുക്കാം, അത്രേ ഉള്ളൂ. ബോണ്ട നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. ഒരു ചായക്കടയിലൊക്കെ ഇങ്ങനെ ചില്ല് ഭരണിയിലൊക്കെ ഇരിക്കുന്ന ഒരു ഓർമ്മയാണ് എപ്പോഴും വരുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ ബോണ്ട റെഡിയാക്കി എടുത്തിട്ട് ചായ കുടിക്കാം. അപ്പം ഒരു പാൻ ഓണാക്കി വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് കോക്കനട്ട് ഓയിലും വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇതൊട്ടും എണ്ണയൊന്നും കുടിക്കില്ല. ഓക്കെ, അപ്പം ഞാനൊരു ബൗളിൽ അല്പം വെള്ളം എടുത്ത് വെക്കാം ആദ്യം. അപ്പം കയ്യിൽ സ്റ്റിക്ക് ആവാതിരിക്കാൻ കൈ ആദ്യം വെള്ളത്തിലൊന്ന് നനച്ചെടുക്കാം. എന്നിട്ട് വേണം നമ്മൾ ഇത് ബൗളുകളായിട്ട് ഉരുട്ടി മാറ്റാൻ കേട്ടോ. അപ്പം കൈ അപ്പം വെള്ളത്തിൽ നനച്ചു. ഇനി നമുക്ക് ബോണ്ടയുടെ മാവ് നമുക്ക് ഓരോന്നായിട്ട് ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ വെള്ളം നനയ്ക്കുമ്പോൾ പിന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. അഥവാ വീണ്ടും ഒട്ടിപ്പിടിക്കാൻ തോന്നുമ്പോൾ ഒന്ന് കൈ നനച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഓരോ ബോളുകൾ ഉരുട്ടിയെടുക്കുമ്പോഴും കൈ നനച്ച് കൊടുക്കുക. നോക്കൂ, സ്റ്റിക്കി ആണെങ്കിലും ഇപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ എണ്ണ പാകമായി കഴിഞ്ഞ് ഒരു മീഡിയം ഹീറ്റിൽ വെക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പുറം കരിഞ്ഞു പോകാൻ വേഗാതെ ഇരിക്കും. ഇപ്പോൾ മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് വേണം നമുക്ക് സ്ലോയിൽ ബോണ്ട ചുട്ടെടുക്കാൻ. ഇപ്പോൾ നമ്മൾ ബോളുകളാക്കി മാറ്റിയെടുക്കുക ആദ്യം. അപ്പോൾ ഓരോ ബാച്ചായിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. 4 വീതമാണ് ഞാൻ ആദ്യം ചുട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ബോണ്ട ഉണ്ടാക്കുന്നതിന് മുമ്പ് എണ്ണ പാകമാണെന്ന് പറയുന്നത് ഒരു നുള്ളു മാവ് ചേർത്ത് കൊടുക്കാം. നല്ല സ്റ്റിക്കി ഡോ ആണ് കേട്ടോ. അപ്പോൾ കാണാതെ അപ്പോൾ നന്നായിട്ട് ആയണെങ്കിൽ അത് പെട്ടെന്ന് പൊന്തി വരും. അപ്പോൾ അതെടുത്ത് മാറ്റിയിട്ട് നമുക്ക് ചുട്ട് തുടങ്ങാം. ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ മീഡിയം ഹീറ്റിലേക്ക് ആക്കി ഇനി നമുക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന ബോളുകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കുഴിച്ച് കൊടുത്ത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം കേട്ടോ തിരിച്ചിടാൻ. നിറയെ എണ്ണ വേണമെങ്കിൽ ഒഴിക്കാൻ, നമുക്ക് അത്ര എണ്ണയുടെ ആവശ്യമില്ല. പയ്യൊന്ന് ഒരു സൈഡായി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് എല്ലാ സൈഡും ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. നമുക്ക് ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി കിട്ടണം.
അത് കോരി മാറ്റിക്കഴിഞ്ഞ് വീണ്ടും അത് ഇരുന്ന് ഒന്നുകൂടി മുറുകും. അപ്പോൾ അതനുസരിച്ച് വേണം നമുക്ക് കോരി മാറ്റാൻ കേട്ടോ. ഓക്കെ, അപ്പം ബോളുകൾ ഞാൻ 4 വീതം ചുട്ടെടുക്കാം. ചെറിയ പാനാണ് കേട്ടോ. അപ്പോൾ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം തിരിച്ചിടാൻ കേട്ടോ. ഒരു പാകം ആയിട്ട് വേണം കേട്ടോ. എൻ്റെ എവർ ടൈം ഫേവറേറ്റ് ആണ് കേട്ടോ ബോണ്ടയുടെ റെസിപ്പി ചായക്ക്. എണ്ണ പലഹാരമാണെങ്കിൽ വല്ലപ്പോഴും ഒക്കെ കഴിക്കണേന് കുഴപ്പമില്ലല്ലോ. അത് വല്ലപ്പോഴും ഒക്കെ കഴിക്കേണ്ടതുണ്ടല്ലേ. എപ്പോഴും ഹെൽത്ത് മാത്രം നോക്കിയാലും ശരിയാവില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി എണ്ണയൊന്നും കുടിക്കുന്നില്ല. പിന്നെ ഗോതമ്പ് പൊടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മധുരത്തിനൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഇഷ്ടമനുസരിച്ച് മധുരം ഓൾട്ടർ ചെയ്യാം. അപ്പോൾ ഇത് ഒരു സൈഡായിട്ടുണ്ട്, പയ്യെ തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക്. ഇനി എല്ലാ ഭാഗം ഒഴിച്ചിട്ട് കോരി മാറ്റാം. കോരി മാറ്റുമ്പോൾ ഞാനൊരു കിച്ചൺ ടവൽ ഇട്ടിട്ടുണ്ട്. അതിന് പുറമെ എന്തെങ്കിലും എണ്ണ ഉണ്ടെങ്കിൽ അത് പയ്യെ അങ്ങ് വറ്റി അതിനകത്തേക്ക് മാറിക്കിട്ടും. നോക്കൂ, ഫസ്റ്റ് ബാച്ച് ഈ ഒരു കളറാകുമ്പോൾ കോരണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എല്ലാ സൈഡും ആയോ ഇതാണെന്ന് നോക്കിയിട്ട് കോരി മാറ്റാം നമുക്ക്. അപ്പോൾ കിച്ചൺ ടവൽ ഇട്ട് വെച്ചിരിക്കുന്ന ബോളിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ കേട്ടോ ഞാൻ. ഇങ്ങനെ ഓരോന്നായിട്ട് വൺസ് ഒന്ന് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു സൈഡ് ഇച്ചിരി കൂടെ ആവാനുണ്ടായിരുന്നു. വൺസ് എണ്ണയുടെ ചൂടൊന്ന് സ്റ്റേബിളാക്കിയിട്ട് പിന്നെ ഈസിയാണ് കേട്ടോ. അപ്പം അടുത്ത ബാച്ച് ബോണ്ടകൾ ഞാൻ ചുട്ടെടുക്കാനെടുത്ത് കേട്ടോ. 4 വീതമാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നതിനകത്ത് കേട്ടോ. അപ്പോൾ അടുത്ത ബാച്ച് ബോണ്ട ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എണ്ണയിലേക്ക്. വൺസ് എണ്ണ ചൂടായി സ്റ്റേബിളായി കിട്ടിയാൽ ഈ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ നമുക്ക്. അപ്പോൾ ബോണ്ടയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറന്നുപോലെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഈ ബോണ്ട നമ്മൾ റവ ചേർക്കണോണ്ട് തന്നെ പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, അകത്ത് നല്ല സ്പഞ്ചി ടെക്സ്ചർ ആയിരിക്കും കേട്ടോ. അപ്പം റവയാണ് അതിന് ക്രിസ്പിനെസ് കൊടുക്കുന്നത്. റവയ്ക്ക് പകരം നമുക്ക് അരിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ റവ ചേർത്തുണ്ടാക്കുന്നതാണ് കേട്ടോ എനിക്ക് ഹെൽപ്പോടെ നന്നായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പം ട്രൈ ചെയ്ത് നോക്കാൻ മറന്ന പോലെ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് പറയണം കേട്ടോ എങ്ങനെയുണ്ടായിരുന്നെന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡായി മറ്റേ സൈഡും മറിച്ചിട്ട് കൊടുക്കാം നമുക്ക്. ബോണ്ട ഉണ്ടാക്കി കഴിയുമ്പോൾ അപ്പം തന്നെ ചായ കുടിക്കാൻ തോന്നും കേട്ടോ. നമ്മുടെ നാടൻ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. നോക്കൂ, ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട്. മറ്റേ സൈഡും കൂടെ ഈ ഒരു കളറായി കഴിയുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇപ്പോൾ 5 മിനിറ്റിന് കൂടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ശരിക്കും പെട്ടെന്ന് ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ബോണ്ട റെഡിയായി കിട്ടും. എണ്ണയൊന്നും കുടിക്കുകയില്ല. അപ്പോൾ രാവിലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കേണ്ട പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ആരെങ്കിലും വരുമ്പോഴാണെങ്കിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ എളുപ്പമാണ് കേട്ടോ. ഓക്കെ, അടുത്ത നമ്മുടെ ബോളിലേക്ക് ചേർത്ത് കൊടുത്തു ഞാൻ. ഇനി അടുത്ത ബാച്ച് ചേർക്കാം. കിച്ചൺ ടൗണിൽ നമുക്ക് പിന്നെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ആ പുറമേ ഉള്ള എണ്ണയൊക്കെ ഒന്ന് എക്സ്ട്രാ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ തന്നെ അതൊന്ന് അബ്സോർബായി പൊക്കോളൂ നമ്മൾ. അടുത്ത ബാച്ച് ബോണ്ടാസ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതും തിരിച്ചു മറിച്ചിട്ട് ചുറ്റെടുക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോളിലിട്ട് വെച്ചിരിക്കുന്നത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ബോണ്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോകും കേട്ടോ. ഇവർക്കും ഇഷ്ടമാണ്. സാധാരണ ഞാൻ
പറഞ്ഞ പോലെ ബനാന ബ്രെഡൊക്കെയാണ് ഉണ്ടാക്കാറ്, പഴം നല്ലതായിട്ട് പഴുത്തിരിക്കുമ്പം. പക്ഷേ ഇവർക്ക് അത്ര ഇഷ്ടമില്ല, കുട്ടികൾക്ക് അത്ര ഇഷ്ടമില്ല ബനാന ബ്രെഡ്. ഞാൻ തന്നെ കഴിച്ച് തീർക്കേണ്ടി വരും. ബോണ്ടൊക്കെ ആണെങ്കിൽ അവർ കഴിക്കും കേട്ടോ. അപ്പോൾ പഴമൊക്കെ പഴുത്തധികമായിട്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന 4 മണി പലഹാരമാണ് നമ്മുടെ ബോണ്ട. ഓക്കെ, അപ്പോൾ ഇതും ഏകദേശം ആയി തുടങ്ങി. ഇനിയപ്പോൾ അതും കൂടെ കോരി മാറ്റാം. ഇനി ഒരു ബാച്ചും കൂടെ ഉള്ളൂ, തീരാറായി. ഒരു 15 മിനിറ്റ്സും കൊണ്ട് എല്ലാം കുക്കിങ്ങും കഴിഞ്ഞു കേട്ടോ. പിന്നെ 2-3 മിനിറ്റ് എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ആയി കിട്ടും നമുക്ക്. ഓക്കെ, ഇനി നമ്മൾ ബോണ്ടേനെ നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. നല്ല ഗുണ്ടുമണി ബോണ്ടാസാണ് കേട്ടോ. ചായക്കടയിലൊക്കെ കിട്ടുന്ന ഇതിലും വലിപ്പമുള്ളതാണെന്ന് തോന്നുന്നു. ഈ ഒരു വലിപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കണം എനിക്കിഷ്ടം. കുട്ടി ബോണ്ടാസായിട്ടും റെഡിയാക്കി എടുക്കാൻ വേണമെങ്കിൽ ഞാൻ ഒരെണ്ണം മുറിച്ച് കാണിക്കാം കേട്ടോ. പറഞ്ഞ പോലെ പുറമെ നല്ല ക്രിസ്പിനെസ് ആയിരിക്കും, അകം നല്ല സ്പഞ്ചി ആയിട്ടിരിക്കും. അപ്പോൾ ലാസ്റ്റ് ബാച്ചും കൂടെ ഒന്ന് കോരി മാറ്റട്ടെ. ഓക്കെ, അതും കൂടെ വെക്കാം. കിച്ചൺ ടവൽ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് കാണാം എണ്ണയൊന്നും ഇല്ല കേട്ടോ, അധികം എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. എണ്ണ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ചില പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ എണ്ണ അങ്ങ് അബ്സോർബ് ചെയ്യുള്ളൂ. ഓക്കെ, ഒരെണ്ണം മുറിച്ച് നോക്കാം നമുക്ക്. ചൂടുണ്ട് കേട്ടോ എപ്പോഴും. ഞാൻ ചായ കുടിക്കാൻ മുട്ടിയിട്ട് പെട്ടെന്ന് പോയി ചായ കുടിക്കട്ടെ. പുറമെ നല്ല ക്രിസ്പിയാണ് കേട്ടോ, അത് നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്ന പോലെ. താങ്ക് യു, ബൈ.